ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പെല്ലാം തീർന്നല്ലേ, നോമ്പെല്ലാം തീർന്നിട്ടാകുമ്പോഴത്തേക്ക് ഒരു മടി മടിയാവിടും. അപ്പോൾ അസർച്ചായത്തുಗೆല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും ಬೇನುಂಡ್ಕಂಡಿಂಗೆ ಅದಲ್ಲಿಂಗೆ ರವಾ ಲಡ್ಡು ಇಂಟರ್ನ ಹಾಕ್ರೆ ರವಾ ಲಡ್ಡು ಇಟ್ಟಿಕ್ರೆ ನಂಗೆ ಅದು ಬೇಕರಿಲಿ കിട്ടുന്നതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് അതേപോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൽ ഞങ്ങൾ ഈ ഒരു റവ ലഡു നിങ്ങൾ ആക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ റവ ലഡു എല്ലാം ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ಬೇಗ ഞങ്ങൾ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തേ, പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ അതിൽ നെയ്യിട്ട് കൊടുക്കണം. മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അത്ര നെയ്യിട്ട് കൊടുത്തേ, 3-4 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കണം, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തെല്ല് ദ്രാക്ഷി ഇട്ട് കൊടുക്കണം. അപ്പോൾ ദ്രാക്ഷി ഞാനിവിടെ ഇത് ബ്ലാക്ക് എടുത്തിട്ടാണ്, ബ്ലാക്ക് ആവണിട്ടില്ല ഏതും ഞങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാഷ്യൂ ഇല്ലെങ്കിൽ ಅದರ ಬದಲಿಗೆ നിങ്ങൾ ಬೇನುಂಟಾಗಿ ബദാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ರವೆ ഇട്ടെങ്കിട്ട്. അപ്പോൾ ரவை ഞാനിവിടെ 1.5 കപ്പ് ரவை എടുக்கிறேன். അപ്പോൾ നിങ്ങൾ ഏത് കപ്പ് ഇല്ലെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ബൗളിൽ നിങ്ങൾ റവ എടുக்கிறீங்க, അതേ ബൗളിൽ ಇದಕ್ಕೆ ಬೇನಾയ തേങ്ങ പിന്നെ അതേപോലെ ഷുഗർ അതെല്ലാം എടുത്തെങ്കിട്ട്. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തത്, റവ ഞങ്ങൾ സാധാരണ സോജി ഉണ്ടല്ലേ സപ്പോർത്തത് അത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ല ഒന്ന് ഇതിലൊന്ന് വറുത്തെടുക്കണോ, ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് കായണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ, ചുമത്തി ജോറാക്കി വെക്കണ്ട. പിന്നെ റവ ഇത് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഇത് വറുക്കുമ്പോഴത്തേക്ക് ഇതിൽ കളർ ചേഞ്ച് ആകുക പിന്നെ നല്ല കായിട്ട് കാഞ്ഞോണ്ട് പറയുമ്പോൾ നല്ല കമ്മണ വേണ്ട. ഇത് റവ വറുത്തിട്ടാകുമ്പോഴത്തേക്ക് നല്ല ഒരു കമ്മണ വേണ്ട, അവിടുത്തോളം നിങ്ങൾ ഇത് ഇതാക്കി എടുത്തെങ്കിൽ. അപ്പോൾ അതിലെടുക്കുക, അതിലൊട്ടിക്ക് നിങ്ങൾ ഒരു കപ്പ് എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഞാൻ റവ എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ എടുത്തേ. അപ്പോൾ തേങ്ങ നിങ്ങൾ ഗോണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഗോണ്ട് തേങ്ങ ഇട്ടെങ്കിട്ട്, ഇല്ലെനിക്കാണെങ്കിൽ സാധാ ഇങ്ങനെ പച്ച തേങ്ങ ഇട്ടെങ്കിട്ട്, ഗോണ്ട് തേങ്ങ ഞങ്ങൾ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ആക്കി ഇട്ടെങ്കിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ല കായിട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 4 മിനിറ്റ് ഇങ്ങനെയുള്ള ಬೇನೋ 4-5 മിനിറ്റെല്ലാം ಬೇನಾವು നോക്കിയുള്ളവർ കാഞ്ഞിട്ട് വരുമ്പോൾ നല്ല കമ്മണ ഉണ്ട്, അവിടുത്തെ ഞങ്ങൾ ഇത് വറുത്തെങ്കിട്ട് ಬೇಗമേ അവിടെ ചുമ നേരൊന്നും ഇല്ല. അപ്പോൾ തീ ചുമ ഹൈ ഫ്ലെയിമിൽ വെച്ചോളണ്ട. അപ്പോൾ റവ ഇതാ ഇവിടെ വറുത്തിട്ടായിത്തത് നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഓഫ് ആക്കിയത്, സ്റ്റവ് ഓഫ് ആക്കിയാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് ടേസ്റ്റ് വേണം, എത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ എത്ര ഉപ്പ്, അതേപോലെ ഒരു 1/2 ടീസ്പൂണും ഏലക്കിപ്പൊടി ഇല്ലെങ്കിൽ ഏലക്കി കുത്തിയിട്ടിട്ടെങ്കിട്ട് അതിൽ പിന്നെ ഷുഗർ പൗഡർ, അത് ഞാനിതാ 1 കപ്പ് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, ഒരു 3/4 കപ്പ് എത്ര ഷുഗർ പൊടിച്ചത്, അത് പൊടിച്ചിട്ട് ഇട്ടെങ്കിട്ട് അങ്ങനെ ഇടണ്ട. അപ്പോൾ അതിന് വെച്ചെന്ന പോലെ നിങ്ങൾ ഇപ്പോൾ കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഏതിൽ നിങ്ങൾ റവ എടുക്കുന്നത് അതിലേ ഞങ്ങൾക്ക് ഈ ഒരു ഷുഗർ പൊടിച്ചിട്ട് ഞങ്ങൾ എടുത്തെങ്കിട്ട്. അപ്പോൾ ഈ ഷുഗർ പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇപ്പം വെച്ചെന്ന പോലെ ഇത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടേ ഉള്ളേ, ഓണിലില്ല. ഓഫ് ആക്കിയാൽ പിന്നെ ഇതെല്ലാം ഞങ്ങൾ ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക, ചെന്ത മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമായിട്ടിക്കര് 1 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, അതിനെക്കാട്ടി തെൽക്കുറടിയാക്കി ഇട്ടെങ്കിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വലിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾക്ക് ലഡു ഒന്ന് ആക്കി എടുക്കാനല്ലേ. അപ്പോൾ ಅದಕ್ಕೆ ಬೇನಾയിട്ട് ഞാനിവിടെ പാൽക്ക് തെല്ല് യെല്ലോ കളർ ഇട്ട് കൊടുത്തേ. അപ്പോൾ കളർ ಬೇನೆങ്കിൽ സ്കിപ്പ് ആക്കുക, അതിന് ബദലിಗೆ നിങ്ങൾ ಬೇನುಂಟಾയെങ്കിൽ മഞ്ഞളുടെ പൊടി ഇട്ടിരെങ്കിൽ മഞ്ഞളുടെ പൊടി ഇടുക, ലൈറ്റായിട്ടൊരു യെല്ലോ കളർ കിട്ടും ಬೇನಾയിട്ട് ഇട്ടേ. വേണമെങ്കിൽ വേണ്ട, ഞങ്ങൾ വൈറ്റ് ആയിട്ട് ಬೇನುಂಟಾണെങ്കിൽ കളർ ഇടുകൊണ്ടില്ല. പാൽ ഞങ്ങൾ ഇതുപോലെ അത് നോർമൽ പാൽ ചൂടാക്കണോട്ടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ പാൽ ബീത്തിട്ട് ഒരു കമ്മി ബീത്തണ്ട, തെല്ല് ബീത്തിട്ട് നിങ്ങൾ ഇങ്ങനെ റവ എല്ലാം നിങ്ങൾ കൈക്ക് ഉണ്ടാക്കി കിട്ടണല്ലേ അതുപോലെ. അപ്പോൾ ഇതെല്ലാം ചൂടുണ്ടോ ഒന്ന് ചൂട് പോട്ട് ചെറിയ ചൂടോടെയുമേ ഞങ്ങൾ ഇത് ആക്കിയെടുത്തെങ്കിൽ, ചുമ ചൂടോടെയും ആക്കണിട്ടെല്ലാം ഇല്ല, ചൂട് തന്നെ ഞങ്ങൾ ചുമ ചൂട് തന്നെയണ്ട, ചെറിയൊരു ചൂടിക്കറല്ലേ ആ ഒരു ചൂടോടെയുമേ ഞങ്ങൾ ഇത് ആക്കിയെടുത്തെങ്കിൽ. അപ്പോൾ പാൽ നോക്കിയിട്ട് നിങ്ങൾ ಬೇನೆ ബീത്തി കൊടുക്കറോ. പിന്നെ നിങ്ങൾ റവ ഇതിനെക്കാട്ടി ആരുടെ ചുമ ക്വാണ്ടിറ്റിയിലെല്ലാം നിങ്ങൾ ലഡു ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എല്ലാം മിക്സ് നിങ്ങൾ റെഡിയാക്കി എടുക്കറല്ലേ ഫസ്റ്റൊക്കെ, ಅದಕ್ಕೆ പാൽ ബീത്തുമ്പോൾ ಎಲ್ಲದಕ್ಕೂ ಒಟ್ಟಿಗೆ പാൽ ബീത്തിട്ട് മിക്സ് ആക്കണ്ട, ഓരോ സൈഡിലുമേ പാൽ ബീത്തി മിക്സ് ആക്കി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ಬಂದೆಂಗಿತ್ತು. ചുമ ലഡു എല്ലാം ആക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതേപോലെ ആക്കിയെങ്കിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല പ്രസ് ആക്കിയിട്ട് അങ്ങനെ നല്ല ഇത് ഉണ്ടാക്കി എടുക്കണം, ചെന്തെങ്ങനെ നല്ല പ്രസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തെങ്കിട്ട് ಅದಕ್ಕೆ ಬೇನೆ പാൽ നിങ്ങൾ നോക്കിയിട്ട് ബീത്തി ഉണ്ടെങ്കിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ നിങ്ങൾ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ എത്ര വലിയ സൈസിൽ വേണോ അത് നോക്കിയിട്ട് നിങ്ങൾ ആക്കി എടുക്കറോ. പിന്നെ നിങ്ങൾ ഇതാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ആക്കി വെക്കണം. ഇപ്പോൾ മക്കൾക്കെല്ലാം ഇങ്ങനെ എന്തെങ്കിലും തിന്നോക്കെല്ലാം ಬೇನುണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ബേക്കറിയിലെല്ലാം കൊണ്ടുണ്ടേക്ക് ഇതുപോലെ ഔത്തലാക്കി ബേക്കറിയെങ്കിൽ നല്ല. ഇതിപ്പോൾ നിങ്ങൾ പാൽ ബീത്തി ആക്കരുത് കൊണ്ടിട്ടോ, നിങ്ങൾ ബേക്കറിയിൽ ബേക്കറി പോലെ ചുമ്മന സമയം ബേക്കുക ആവണം ಗೊತ್ತಿಲ್ಲ. ಸೊ ನಾನು അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ എപ്പോൾ ആക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ആക്കറേ. ഇതൊരു 3-4 ഇങ്ങനെയെല്ലാം പണ്ട് വേഗമേ പരത്തി ബേക്കറ ആ ടൈമിൽ ഫ്രിഡ്ജിൽ ബേക്കല്ല. ഇവിടെ ഹസ്ബൻഡിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ലഡു. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്ത് കണ്ടല്ലേ, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് റവ ലഡു കൂടെ റെഡി ചെയ്ത് കണ്ടറല്ലേ, എത്ര ഈസി ആയിട്ട് എത്ര വേഗം ഞങ്ങൾ ആക്കിയെടുക്കാണ്ട് വേഗം ഞങ്ങൾ ആക്കിയെടുക്കുക. അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. എന്നുവെച്ചാൽ പോലെ ബേക്കറിയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. നിങ്ങൾ ആക്കി നോക്കൂ, മധുരമല്ല നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമായിട്ടിക്കറ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതാക്കിയപ്പോഴേ തെല്ല് നല്ല സോഫ്റ്റ് ആയിട്ടിക്കറ്. ഒന്ന് ഇങ്ങനെ തെല്ലിനര കലിയുമ്പോഴത്തേക്ക്
ಒಂದು ಅವರು ಕರೆಕ್ಟ್ ಇದ್ರಲ್ಲಿ ಬಂಡೆ ನಂಗೆ ರವಾ ಲಡ್ಡು ಹೇಗೆ ಇಕ್ಕರೆ അതേപോലെ കറക്റ്റ് ഇടത്തിൽ ഗട്ടിയായിട്ടെല്ലാം ಬಂಡೆ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ പസർ ചായത്തിಗೆಲ್ಲ ಬೇಗ എന്തെങ്കിലും ಬೇನ್ಕನೆ അങ്ങനെ ആക്കി എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആക്കിയിട്ട് ബേക്കറിങ്ങ ബേക്ക് നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ബേരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും